ബംഗളൂരുവിൽ തീപിടുത്തമുണ്ടായ എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രക്കാർ കൊച്ചിയിലെത്തി. അപകടത്തിൽ പലർക്കും പരിക്കേറ്റു. ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാതെ എയർ ഇന്ത്യ അധികൃതർ ബുദ്ധിമുട്ടിച്ചെന്ന് യാത്രക്കാർ പറഞ്ഞു. തീപിടുത്തമുണ്ടായ വിമാനത്തിന് പകരം ഏർപ്പെടുത്തിയ വിമാനത്തിൽ 120 പേരാണ് കൊച്ചിയിലെത്തിയത്. ജീവൻ തിരിച്ചു കിട്ടിയതിന് ആശ്വാസമുണ്ടെങ്കിലും പലർക്കും ഞെട്ടൽ മാറിയിട്ടില്ല. ഞങ്ങൾ അത്ഭുതമായിട്ട് രക്ഷപ്പെടാണ്. ആരും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുന്ന ആരും പ്രതീക്ഷിച്ചില്ല. ശരിക്കും പേടിച്ചു പോയി. ഫസ്റ്റ് ലൈറ്റൊക്കെ ഓഫായി തീ വന്നപ്പോൾ അപ്പോൾ ശരിക്കും ഭയങ്കര പേടിച്ച് വാപ്പാടെ കൈ പിടിച്ചിരിക്കുകയായിരുന്നു അത്രനേരം. വിമാനത്തിൽ നിന്ന് ചാടി ഇറങ്ങുമ്പോൾ ചിലർക്ക് പരുക്കേറ്റു, ചിലർക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായി. ചേട്ടനെ കണ്ടുപോയില്ല, ഭയങ്കര ഇതായിരുന്നു. എനിക്ക് ദേഷ്യം കൂടി 400-450 ഷുഗറുണ്ട് എനിക്കിപ്പോൾ. പേടിച്ചു പോയി. പിന്നെ ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ബംഗളൂരു കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസിൽ തീപിടുത്തമുണ്ടായത്. ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് 5 മിനിറ്റിന് ശേഷമാണ് എഞ്ചിനിൽ നിന്ന് തീ പടരുന്നത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് വിമാനം അടിയന്തരമായി നിലത്തിറക്കി. വിമാനത്തിലുണ്ടായിരുന്ന 179 യാത്രക്കാരെയും 6 ജീവനക്കാരെയും ഉടൻ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി. കൊച്ചിയിലേക്ക് രാവിലെ തന്നെ പകരം വിമാന സർവീസ് ഉണ്ടാകുമെന്നായിരുന്നു എയർ ഇന്ത്യയുടെ അറിയിപ്പ്. എന്നാൽ രാവിലെയായിട്ടും പകരം സംവിധാനം ഒരുക്കിയില്ല. പിന്നാലെ കാത്തിരുന്ന യാത്രക്കാർ പ്രതിഷേധിച്ചു. ഒടുവിൽ പകരം വിമാനം തയ്യാറാണെന്ന എയർ ഇന്ത്യയുടെ അറിയിപ്പെത്തി. 8 മണിയോടെ ബോർഡിംഗ് പാസുകളും നൽകി തുടങ്ങി. എന്നാൽ ചാർട്ട് ചെയ്ത വിമാനത്തിൽ പ്രവേശിപ്പിച്ചത് 120 പേരെ മാത്രം. അവശേഷിക്കുന്ന യാത്രക്കാരെ മറ്റ് വിമാനങ്ങളിൽ ഇന്ന് തന്നെ കൊച്ചിയിലെത്തിക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ യാത്രക്കാർ അത് അംഗീകരിച്ചില്ലെങ്കിലും എയർ ഇന്ത്യയുടെ അനുനയ നീക്കത്തിൽ പിന്നീട് യാത്രക്കാർ വഴങ്ങി. 24 കൊച്ചി.